ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് സ്വാമിജിക്ക് നമസ്കാരം. 5 ദിവസമായിട്ട് ഒരു സമ്മർ ക്യാമ്പ് നടക്കുകയാണ്. പല സാമ്പത്തിക സാമൂഹിക ചുറ്റുപാടുകളുള്ള നമ്മുടെ കുട്ടികൾ പ്രഭാതം മുതൽ പ്രദോഷം വരെയുടെ ഒരുമിച്ച് കഴിയുന്നു. ഇത് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ 2 കുട്ടികളുടെയും ഫീഡ്ബാക്കിൽ നിന്നാണ്. അവർക്ക് പല സാമ്പത്തിക സാമൂഹിക ചുറ്റുപാടുകളിൽ നിന്ന് ഇവിടെ വന്നിരുന്ന കുട്ടികളാണെങ്കിലും അവരെല്ലാം ഒരേപോലെ അവരെ വളരെ നല്ല രീതിയിൽ ഇവിടെ വാത്സല്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി അവരിവിടെ കഴിയുന്നുണ്ട്. രാത്രി കഴിയുന്നില്ലാതെ മാത്രമേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർക്ക് പല പല കാര്യങ്ങൾക്ക് എന്തൊക്കെയാണോ അവർ ജീവിതത്തിൽ ആയിത്തീരേണ്ടത് അല്ലെങ്കിൽ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ അവർ നേരിട്ട് മുന്നോട്ട് പോകുന്നത് അതിനെക്കുറിച്ച് 5 ദിവസം എങ്ങനെയൊക്കെയാണോ ഈ 5 ദിവസം കൊണ്ട് സാധിക്കുന്നത് അതവർക്ക് കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എനിക്ക് വളരെയേറെ നന്ദിയുണ്ട് രാമകൃഷ്ണ പ്രസ്ഥാനത്തോട് ഒരു സമ്മർ ക്യാമ്പ് നടത്തുന്നതിനോട്. കാരണം അവർക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണമാണെങ്കിലും വളരെ വാത്സല്യത്തോടുകൂടിയാണ് എല്ലാവരും ഒരേ രീതിയിൽ കണ്ടു എന്ന് പറയുന്നത്. ആത്മവത് സർവഭൂതേഷു ഒരേ രീതിയിൽ അവരെ കണ്ടു. അവർ എല്ലാ നല്ല കാര്യങ്ങളും പറഞ്ഞു തന്നു. ഇത് ഞാൻ സ്വയം പറയുന്നതല്ല, എൻ്റെ കുട്ടികളുടെ ഫീഡ്ബാക്കിൽ നിന്നാണ് വീണ്ടും വീണ്ടും പറയുന്നത്. അവരിപ്പോൾ ഒരേ രീതിയിൽ ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കൊണ്ടുപോയി. അവിടെ എല്ലാം ഇപ്പോൾ ഷിപ്പ്യാർഡിലാണെങ്കിലും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഇവർ ചോദിക്കുന്ന ഓരോ മണ്ടൻ ചോദ്യം എന്ന് പറയുന്നില്ല, ചിലപ്പോൾ ഒരു ബിസിയായി ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിൽ അവർ വളരെ നല്ല രീതിയിൽ ഒരു മുതിർന്ന ആളെ ചോദിക്കുന്ന രീതിയിൽ തന്നെ അവരതിന് ഉത്തരം പറയുകയും ചെയ്യും. മാത്രമല്ല അവരൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ഈ ഷിപ്പ് എന്ന് പറയുന്നത് കുറേ കാലങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്നതാണ്. ഒരുപക്ഷെ പുതിയ ഷിപ്പ് നിർമ്മിക്കുന്ന അവിടെ കൊച്ചിൻ ഷിപ്പുകാരെ നിർമ്മിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ആയിരിക്കണം എന്ന് വരെ അവർ വളരെ ഫോർവേഡ് ലുക്കിംഗ് മെസ്സേജാണ് അവർ കൊടുക്കുന്നത്. ഇത് എൻ്റെ ഒരു പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ഇവിടുന്ന് കിട്ടുന്ന ഈ മൂല്യം ആദർശം അവർക്ക് കിടാവുകൾക്കായിട്ട് അവരുടെ ജീവിതത്തിൽ സൂക്ഷിക്കാൻ അവിടുന്ന് ഇനിയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ വിഘ്നേശ്വരനോട് എല്ലാ ചടങ്ങുകളും ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും ഇപ്പം വന്ന് പറയുന്ന കേൾക്കുമ്പം നമുക്ക് തന്നെ അതിനോടൊരു ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ക്യാമ്പ് സംഘടിപ്പിച്ചതിന്. പിന്നെ ആളെന്ന് പറയുന്നത് അമ്മ നെക്സ്റ്റ് ഇയർ അതിൻ്റെ അപ്പുറത്തെ ഇയറും എന്തെങ്കിലും ഇവിടെ ഒന്ന് കൊണ്ട് ചേർക്കണം. അപ്പോൾ അത്രമാത്രം കുട്ടികൾക്ക് അതിൻ്റെ ഇൻഫ്ലുവൻസ് തരും. പിന്നെ രണ്ടാമത്തെ കാര്യം ഇന്നലെ കൊണ്ടുപോയ ഷിപ്പ്യാർഡ് മേ ബി അത് നമുക്കൊന്നും അതൊരിക്കലും സാധിക്കില്ലായിരുന്നു അപ്പം അങ്ങനെ ഒരു അവസരം. ഇപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഷിപ്പ്യാർഡ് മഠം ഷിപ്പ്യാർഡായിട്ട് എന്താ ബന്ധം കുട്ടികളെന്ന്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് എന്നുവെച്ചാൽ എല്ലാ കാര്യങ്ങളിലും കുട്ടികളുടെ ഒരു താല്പര്യമാക്കിയതും എല്ലാം ഒത്തിരി എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രമാത്രം ഇൻഫ്ലുവൻസ്ഡ് ആണ് ഈ 5 ദിവസങ്ങളിലെ കാര്യങ്ങളിൽ. പിന്നെ ഭക്ഷണമാണെങ്കിൽ ഒത്തിരി നല്ല ഭക്ഷണമൊക്കെ കൊടുത്തു, അതിനെ പറ്റിയിട്ട് ആൾ വന്ന് പറഞ്ഞു. അപ്പം
ആസ് എ ഹോൾ ഇതൊരു ഭയങ്കര ഹോൾസം എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ സ്വാമിജിയുടെ ഇപ്പോഴത്തെ ടോക്കും അതും ഭയങ്കര ഐ ഓപ്പണിംഗ് ആയിരുന്നു. അപ്പം എവിടെയൊക്കെയാണ് നമ്മുടെ ഗ്യാപ്സ്, നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു മീനിങ് ഫുൾ ഇൻസൈറ്റ് കിട്ടി. അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട് ഇതിൻ്റെ ആൾക്കാരോട്. എനിക്ക് പേരിട്ട് പറയാൻ അറിയില്ല, പക്ഷേ എന്നാൽ ഒരുപാട് താങ്ക്സ്. നമസ്കാരം സ്വാമിജി, നമസ്കാരം. എൻ്റെ പേര് ചിത്ര എന്നാണ്. എൻ്റെ മകൾ സുപ്രഭ. സുപ്രഭ ഇവിടെ മൂന്നാമത്തെ വർഷമാണ് ക്യാമ്പിൽ വരുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വളരെ ആവശ്യത്തോടു കൂടിയാണ് വരുന്നത്. ഇപ്രാവശ്യം സുപ്രഭയുടെ ഫ്രണ്ട് മഞ്ജരീനെ വിളിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ ക്യാമ്പിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഞാനിവിടെ കൊണ്ടുവിട്ടത് സ്വാമിജി പറഞ്ഞ പോലെ ജീവിതത്തിൽ മുന്നോട്ട് വരാനാണ്. അക്കാഡമിക്കലായിട്ടോ അങ്ങനെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വിജയത്തിനേക്കാളും ജീവിതം എന്തറിയണം, പ്രതിസന്ധികൾ തരണം ചെയ്യണം. പിന്നെ ഹിന്ദുയിസത്തിനെ കുറിച്ച് ഒരു ശരിക്കുമുള്ള ഹിന്ദുയിസം എന്താണ് ഐഡൽ വർഷിപ്പ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർ പഠിച്ചു. അപ്പോൾ സർവോപരി നല്ല മനുഷ്യരാവാൻ പഠിച്ചു. ഇവിടത്തെയുള്ള ട്രെയിനിങ് ഒക്കെ കാരണം വൈകുന്നേരം വിളക്ക് വയ്ക്കണം, ഒരു 2 നാമമെങ്കിലും ചൊല്ലണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. പിന്നെ ഈ സഹകരണം, ടീം സ്പിരിറ്റ്, ആ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് അതൊക്കെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സഹകരണം, അവരും എല്ലാ മെമ്പേഴ്സുമായിട്ട് ഒത്തുപോകൽ, ആ സ്നേഹം, അങ്ങനെയുള്ളതൊക്കെ ഇവിടെ നിന്ന് കിട്ടി. ഇന്നലെ പോർട്ട് ട്രസ്റ്റ് നമ്മുടെ ഹാർബറും അതും എല്ലാം കണ്ടിട്ട് വളരെ എക്സൈറ്റഡും വളരെ സന്തോഷമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. അപ്പോൾ സ്വതവേ ക്ഷമയില്ലാത്തവരാണല്ലോ നമ്മുടെ കുട്ടികൾ. ഇന്നലെ അത് പറഞ്ഞു. INS വിക്രാന്ത് 12 വർഷം എടുത്താണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു. അതെനിക്ക് തന്നെ ഒരു പുതിയ അറിവായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അത്രയും എഫേർട്ട്, അത് ക്ഷമ, അത്രയും എഫേർട്ടും പെർസിവിയറൻസും ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതത്തിൽ സക്സസ്ഫുൾ ആവൂ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും വളരെ സന്തോഷം. അടുത്ത കൊല്ലവും ദൈവം സഹായിച്ച് വിടാൻ നോക്കാം. താങ്ക് യു. അത് കുട്ടികൾ നന്നായിട്ട് നോക്കും, ഫുഡ് നല്ലതാണോ, ഇപ്പം അത് അവരുടെ ഒരു മേജർ ക്രൈറ്റീരിയയാണ്. അപ്പം അതും ഒത്തിരി നന്നായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. എൻ്റെ പേര് ശശീന്ദ്രദാസ്. മകൻ ഇപ്പോൾ 8th പഠിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വരുന്നത്. ഞങ്ങൾ കഴിഞ്ഞ വർഷം മുതൽ ട്രൈ ചെയ്തിരുന്നു, പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും വരാൻ പറ്റിയില്ല. നേരത്തെ ഇവിടെ ഇവർ സൂചിപ്പിച്ച പോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ഹെസിറ്റേഷനായിരുന്നു. മകൻ ഇതിൽ വന്ന് വേണോ വേണ്ട എന്നുള്ള ഭയങ്കര ഇതിലായിരുന്നു. പക്ഷെ വന്ന് ഫസ്റ്റ് ഡേയിൽ തന്നെ നെക്സ്റ്റ് ഡേ ഞാൻ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചപ്പോൾ ഈ ഗീവ് ഗുഡ് ഫീഡ്ബാക്ക്, ഹാപ്പിയാണ് ആള്. പിന്നെ ഫുഡും നേരത്തെ പറഞ്ഞ പോലെ ഫുഡും അതെല്ലാം കുട്ടികൾ നോക്കുന്ന കാര്യം തന്നെയാണ്, എല്ലാം ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ഡേ വരാൻ താല്പര്യം കാണിച്ചു. പിന്നെ ചെറിയൊരു അസുഖം കാരണം 2 ദിവസം വന്നില്ല. സ്വാമി ഷിപ്പ് യാർഡിൽ പോയില്ല. ഞാൻ ഷിപ്പ് യാർഡിലാണ് ജോലി ചെയ്യുന്നത്. എന്തായാലും വളരെ നല്ല ഇതാണ് ക്യാമ്പിൻ്റെ ഓരോ കാര്യങ്ങളും. കുട്ടികൾ ഇത്തരം മിങ്കിൾ ചെയ്യണം, അങ്ങനെ ഒരു കൾച്ചർ അവർ അറിഞ്ഞിരിക്കണം. ആ കാര്യമൊക്കെ മോനെ പഠിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. അഞ്ജു, മോള് മീനാക്ഷി, സെക്കൻഡ് ഇയർ ആണ് ഇവിടെ വരുന്നത്. അവള് വെക്കേഷനായിട്ട് ഫാദറിൻ്റെ വീട്ടിലായിരുന്നു കോയമ്പത്തൂർ. അപ്പം വരാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പിടിച്ച് ഇതിനായിട്ട് ആദ്യം 9th പറഞ്ഞു. അന്ന് വന്നു. അപ്പോൾ അത് പോസ്റ്റ്പോൺ ചെയ്തെന്ന് പറഞ്ഞ് തിരിച്ചു പോയി. പിന്നെ ക്യാമ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2ാമത് കൊണ്ടുവന്നതാണ്. ഭയങ്കര സങ്കടമായിരുന്നു. കഴിഞ്ഞ കൊല്ലം അതേമാതിരി തന്നെ. പക്ഷേ ഇവിടെ വന്നാലുള്ള ആ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞ പോലെ പിറ്റേ ദിവസം വരണം എന്ന് ആരും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. അവർ ഓട്ടോമാറ്റിക്കലി തന്നെ അവർക്ക് വരുന്ന ആ ഒരു ട്രാൻസ്ഫർമേഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നന്ദി പറയണതെന്ന് അറിയില്ല സ്വാമിജിയോട്. ഈ 5 ദിവസം പോരാ എന്നാണ് ഞാൻ പറയുന്നത്. പല സ്ഥലത്തും എനിക്ക് 2 പിള്ളേരാണ്. മൂത്താൾ എഞ്ചിനീയറിങ്ങിനാണ്. അവനെയും ഒരുപാട് ക്യാമ്പ്സിന് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കുട്ടികൾ തന്നെത്താനെ തന്നെ ഇഷ്ടപ്പെട്ട് വീണ്ടും വീണ്ടും വരണമെന്ന് പറയുന്ന ഒരു സ്ഥലം ഞാൻ ഇവിടെ മാത്രമേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് വാക്കുകളില്ല. അപ്പോൾ അതേപോലെ ഇത്ര കുറഞ്ഞ ഒരു പല സമ്മർ ക്യാമ്പ്സും ഒരു ബിസിനസ് പോലെയാണ് ഇന്ന് നടത്തുന്നത്. ഒരുപാട് സമ്മർ ക്യാമ്പ്സിൽ ഞാൻ മോനെ വിട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത്രയും കുറഞ്ഞ ഒരു എമൗണ്ടിന് ഇത്രയും നല്ലൊരു ഇത്രയും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ 3 നേരം ഫുഡ്, അതും ഫുഡിൻ്റെ ഇത് വന്ന് പറഞ്ഞിട്ട് വാക്കുകളില്ല. അത്രയും ഇഷ്ടമാണ്. അമ്മ പായസം ഉണ്ടായിരുന്നു, ഫ്രൂട്ട് സാലഡ് ഉണ്ടായിരുന്നു. അങ്ങനെ അത്രയും സന്തോഷത്തോടെയാണ് വരുന്നത്. അപ്പോൾ അടുത്ത കൊല്ലം വരാൻ സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അടുത്ത കൊല്ലം കുറച്ചും കൂടെ ഡേയ്സ് കൂട്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നാണ് ഒരു റിക്വസ്റ്റ് പറയാനുള്ളത്.
എല്ലാവരോടും പ്രത്യേകം നന്ദി. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ പ്രമോദ് ചന്ദ്രൻ. ഞാനൊരു സൈക്കോളജിസ്റ്റാണ്. എൻ്റെ മകൻ ഇഷാൻ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു. പണ്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു പ്രൊഫസർ എപ്പോഴും ചോദിക്കും ക്ലാസ് കഴിയുമ്പോൾ, വാട്ട് ഈസ് യുവർ ടേക്ക് ഹോം മെസ്സേജ് ഓർ ലെസൺ? എന്താണ് നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകുക? അപ്പോൾ അങ്ങനെയുള്ള 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. പുതിയ കാര്യങ്ങളാണ് മകൻ ചെയ്തിട്ടുള്ളത്. ഷിപ്പ്യാർഡിൽ പോയി അതെല്ലാം കണ്ടു. അതിനുശേഷം ആൾ വീട്ടിൽ വന്ന് പറഞ്ഞു, എനിക്കിപ്പോഴാണ് മനസ്സിലായത് പല ജോലികൾക്കും പലതരത്തിലുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ട്, ഫ്രസ്ട്രേഷൻസ് ഉണ്ട്. 10ലാണ് പഠിക്കുന്നത്. അത് ഞാൻ ഇന്ന് അവിടെ പോയപ്പോഴാണ് മനസ്സിലാക്കിയത്. പക്ഷേ ഇതെല്ലാം സഹിച്ചും ആൾക്കാർ ജോലി ചെയ്യുന്നു. അപ്പോൾ എനിക്കും ആൾക്ക് എഞ്ചിനീയർ ആവണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് എഞ്ചിനീയർ ആവുകയാണെങ്കിൽ ഇതുമാതിരി തന്നെയുള്ള ജോലികളാണ് ചെയ്യേണ്ടി വരിക. ആൾ പറഞ്ഞു, കുഴപ്പമില്ല, മറ്റുള്ളവരെല്ലാവരും ചെയ്യുന്നുണ്ട്, എനിക്കും ചെയ്യാൻ പറ്റും. ഇവിടെയുള്ളൊരു ബുദ്ധിമുട്ട്, നമ്മൾ സാധാരണഗതിയിൽ നമ്മളുടെ ജോലിയുടെ ഫ്രസ്ട്രേഷൻസ് കുട്ടികളെ അറിയിക്കുന്നില്ല. കുട്ടികൾ അതിൽ നിന്ന് സെപ്പറേറ്റ് ആണ്. നമ്മൾ അവരെ സേഫായിട്ട് വെക്കുന്നു. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് 56 വയസ്സായി. എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു. അധ്യാപകനായിരുന്ന അച്ഛൻ വന്ന് പറമ്പിൽ ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ 3 ആൺകുട്ടികളാണ്. 3 പേരെ വിളിക്കും. 3 പേരും ഒപ്പം ചെയ്യണം. സോ അങ്ങനെ ഒരു സ്കൂളിൽ നിന്നുള്ളൊരു ബബിളിൽ മാത്രമല്ല ഞങ്ങൾ ജീവിച്ചിരുന്നത്. എന്നാൽ ഇന്ന് എൻ്റെ കുട്ടികൾ ഏകദേശം അങ്ങനത്തെ ഒരു ബബിളിലാണ് ജീവിക്കുന്നത്. അത് അങ്ങനെയുള്ളൊരു ബബിളിൽ നിന്നും ഞാനായിട്ട് അവർ പുറത്തു കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ അതിന് ഈ ഒരു സമ്മർ ക്യാമ്പിൽ വന്നിട്ടുള്ളത് കൊണ്ട് അത് സംഭവിച്ചു. ജീവിതത്തിനെ പറ്റി ചിലപ്പോൾ വളരെ കാലമായിട്ട് അറിയാത്ത ചില കാര്യങ്ങൾ എൻ്റെ മകന് ഒരു തിരിച്ചറിവുണ്ടായി എന്നതിന് ഈ ക്യാമ്പിൻ്റെ സംഘടകരോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. അതോടൊപ്പം 2ാമത്തെ കാര്യം, എൻ്റെ മകൻ വളരെ ഇൻട്രോവേർട്ടഡ് ആണെന്നാണ് ഞാനൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ അവൻ ഈ ഒരു ഷിപ്പ്യാർഡ് വിസിറ്റ് കഴിഞ്ഞ് വന്ന് അതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് പറഞ്ഞപ്പോൾ ആൾ വോളണ്ടിയർ ചെയ്തു. ആൾ കൈ ഉയർത്തി അവിടെ ഒരു സദസ്സിന് മുമ്പിൽ സംസാരിച്ചു എന്നുള്ളത് ഞങ്ങൾ അത്ഭുതപ്പെടുത്തി. അതായത് വോളണ്ടിയർ ചെയ്തിട്ട് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആൾ പോയി സംസാരിച്ചത്. അപ്പോൾ അത് മകൻ്റെ ഉള്ളിലുള്ള ചില കഴിവുകൾ, അത് മാതാപിതാക്കളെ ഞങ്ങൾക്ക് പോലും ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത് ഞങ്ങളുടെ പരാജയമാണോ ഐ ഡു നോട്ട് നോ. ഓക്കെ, എന്തായാലും അതിന് പറ്റിയൊരു അവസരവും പരിചരണവും സപ്പോർട്ടും കിട്ടിയപ്പോൾ അത് തന്നെ പുറത്തു വന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സപ്പോർട്ട്, അങ്ങനെയുള്ള ഒരു സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റ്, അങ്ങനെയുള്ള ഒരു അന്തരീക്ഷവും ചുറ്റുപാടും അതിലുള്ള ആൾക്കാരും എൻകറേജ് ചെയ്യാൻ വേണ്ടിയുള്ള ആൾക്കാരും ഉണ്ടായപ്പോൾ ആ കഴിവ് പുറത്തു വന്നു. അങ്ങനെ ഒരുപാട് കുട്ടികളുടെ കഴിവുകൾ ഇതിൽ ക്യാമ്പ് ഓർഗനൈസേഴ്സ് കണ്ടു. അതാണ് ഈ 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം, മകനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഉപകാരപ്രദമാണ്. താങ്ക് യു.